പ്രണയനോവിൻ്റെ വിൽപ്പനക്കാരിയാം യുവതി സന്ധ്യ ക്ഷണിക്കുമീ ഏപ്രിലിൽ. വിമുഖി മീനം മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് എയർ അറേബ്യയിൽ കേറുമീ രാത്രിയിൽ. കടലിനക്കരെ കാറ്റു തീക്കൂട്ടിയ കനൽ മണൽ ചെമ്പുവട്ടളം പൊള്ളുന്നു. ഒരു യുവാവ് പൊടിക്കാറ്റിലേകനായി കവിത പോലുമില്ലാതെ അലയുന്നു. അകലെ റബ്ബറും മണ്ടരിത്തെങ്ങുമായി പുഴകൾ വറ്റിയ ജന്മനാട്. എങ്കിലും അതിമനോഹരം വൈദ്യുതി ഛേദനം മിക ഉയർത്തുന്ന മിന്നാമിനുങ്ങുപോൽ. ഒരുവളുണ്ട് നിറം പോയ മാക്സിയാൽ ഉടൽ മറച്ചും കരച്ചിൽ തുടച്ചും പിടിവിടാത്ത പനി ചുമ ദുസ്സഹം കഠിന ജീവിതം നെയ്തു തീർക്കുന്നവൾ. ഇരുളിരുണ്ട് കിടപ്പുമുറിയിലെ മുകുള ബൾബിൽ പ്രകാശപ്രതീക്ഷകൾ. ഇമയടയ്ക്കുവാനാകാപ്പണി അതിനിടയിലിട്ടൊരു കോമയിൽ വിശ്രമം. സോക്സ് പാരിജാതം പോൽ മണക്കുന്ന ലേബർ ക്യാമ്പ്. സുഹൃത്തിൻ ഘരാനയിൽ ഘോരമാരി നനച്ചുണങ്ങാനിട്ട മേഘമെല്ലാം പറന്ന തെളിമാനം. കുളിവരുത്തി പുറത്തിറങ്ങുമ്പോഴോ വലിയ പ്ലേറ്റിൽ കുബൂസുപോലമ്പിളി. ഉപമയെ മരുക്കാടുകേറാൻ വിട്ട് തിരികെ എത്തി ഞാൻ കൈഫോൺ എടുക്കുന്നു. അകലെ എൻ്റെ പെണ്ണ് ഓമലെ കാണുവാൻ കഴിയുമോ നിനക്ക് ഈ പൂർണ്ണചന്ദ്രനെ? കഴിയുമല്ലോ. ശരി എങ്കിലിത്തിരി ഇടതുമാറി മുന്നോട്ടേക്കു നിൽക്കുക. അടിപൊളി എൻ്റെ പെണ്ണെ, വെൺതിങ്കളിൽ വളരെ നന്നായി തെളിഞ്ഞു കാണാം നിന്നെ. അതു ശരി, അത്ഭുതം തന്നെ ഏട്ടനെ, ഇവിടെ നിന്നു ഞാൻ കാണുന്നു ചന്ദ്രനിൽ. വാക്കുമുറിഞ്ഞു ചില്ലിക്കാശുമില്ലെന്ന് ബാക്കി മൗനത്താൽ മൊഴിഞ്ഞു സെല്ല്. എങ്കിലും ഇരുവരങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട് കടലിനക്കരെ ഇക്കരെ സ്തബ്ധരായി. ഇരുവരങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട് കടലിനക്കരെ ഇക്കരെ സ്തബ്ധരായി.